ഗുഡ് മോർണിംഗ്. അവരൊക്കെ എത്തിയില്ലേ? കുട്ടികളാണ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്. ബ്രേക്ക് എടുക്കാൻ പോയിട്ടുണ്ട് ആരെങ്കിലൊക്കെ? എന്താ റിപ്ലൈ ഒന്നും ഇല്ലാത്തേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? നമ്മൾ എന്താ പറഞ്ഞ വെന്റിലേറ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്? എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. അവിടെ വരെയല്ലേ നമ്മൾ പഠിച്ചത്? വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്. ഇവിടെ ആ രണ്ട് പേജ് പറഞ്ഞില്ലേ നമുക്ക്? ഡ്യൂറിങ് സർജറി സമയത്തും റിക്കവറി ഫ്രം സർജറി, അല്ലെ? സർജറിയിൽ നിന്ന് റിക്കവറി ചെയ്യുന്ന ആ ഒരു ടൈമില് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനും ഒക്കെ നമുക്ക് കുറച്ചു നേരത്തേക്ക് തന്നെ ആ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. അവിടെ പറയാം അല്ലെ പറഞ്ഞത്? ചെയ്യോ ഡ്യൂറിങ് സർജറി റിക്കവറി ഫ്രം സർജറി. ആ രണ്ട് പോയിന്റ് പറഞ്ഞില്ലേ നമ്മള്? ആരും ഇല്ലായിരുന്നില്ലേ ഇന്നലത്തെ ക്ലാസ്സില്? പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു അസുഖം മാറ്റുന്ന, അല്ലെ? വെന്റിലേറ്റർ ഒരു രോഗം മാറ്റിയല്ല ചെയ്യുന്നേ, നമ്മുടെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ? നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ലങ്സ് ചെയ്യുന്ന ജോലി എന്താണോ അത് ചെയ്യുക മാത്രമാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. അത് നമുക്ക് ബ്രീത്തിങ് ട്യൂബിലൂടെ ആവാം. പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രീത്തിങ് ട്യൂബ് വഴിയാകാം, അല്ലെങ്കിൽ മാസ്കിലൂടെ ആകാം. നമുക്ക് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, അല്ലെ, പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്രീത്തിങ് ട്രബിള് വരുന്ന പേഷ്യൻസിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ, ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ വെന്റിലേറ്റർ ഒരു അസുഖവും മാറ്റുന്നില്ല. അതല്ലേ നമ്മൾ പറഞ്ഞത്? Ventilator won't cure an illness. A ventilator responsibility to maintain. Ventilator responsibility എന്താ? Maintain the patient breathing while the body battle an infection. ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ബോഡിനെ ആക്രമിച്ചിരിക്കുന്ന പേഷ്യൻസിന്, പിന്നെ ഡിസീസ് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നിരിക്കുന്ന പേഷ്യൻസിന്, ട്രോമ സ്റ്റേജ്, അല്ലെ, നമ്മൾ എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ പറ്റി ട്രോമയിൽ നിന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന്, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ അവരുടെ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വെന്റിലേറ്ററിന്റെ ഉത്തരവാദിത്വം. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, അടുത്ത ഹെഡിങ് ആണ് ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്. ഇനി ഒരു വെന്റിലേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാ? എ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നു. എന്ത് ജോലി ചെയ്യുന്നത്? പ്രഷർ ടു എക്സ്പെക്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് കളയുക. Carbon dioxide from your body and pump oxygenated air into airways. എന്താ ചെയ്യുന്ന ലങ്സ്? ശരിക്കും ലങ്സ് എന്താ ചെയ്യുന്നേ? എന്താണ് പുറത്തേക്ക് കളയുന്ന? കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെ? നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നു. ആൻഡ് പമ്പ്ഡ് ഓക്സിജനേറ്റഡ് എയർ ഇൻടു എയർവേ. നമ്മുടെ എയർവേയിലേക്ക്, അല്ലെ, നമുക്ക് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ പമ്പ് ചെയ്യുന്നു. അതാണ് മെഡിക്കൽ വെന്റിലേറ്റർ. അതാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നേ? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു, നമുക്ക് എയർവേയിലേക്ക് ഓക്സിജനെ അകത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഓക്സിജനെ പമ്പ് ചെയ്ത് അകത്തേക്ക് എടുക്കുന്നു. ഇനി യുവർ എയർവേ ഇൻക്ലൂഡ്സ്. എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മുടെ എയർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എയർവേയിൽ വരുന്നത്? നോസ്, നമ്മുടെ മൗത്ത്, ത്രോട്ടിന് ഇതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന മെഡിക്കൽ നെയിംസ് ആണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ. അതിന്റെ മെഡിക്കൽ നെയിം ഏതാണെന്ന് ചോദിക്കാം. ത്രോട്ടിന് പറയുന്നത് ഫാലക്സ് എന്നാണ്. PHARYLX. അതൊന്ന് നോട്ട് ചെയ്തിട്ടത് ഫാലക്സ്. വോയിസ് ബോക്സ്, നമ്മുടെ വോയിസ് ബോക്സിന് പറയുന്നതാണ് ലാരിങ്സ്. LARYNX. വിൻഡ് പൈപ്പിന്റെ മെഡിക്കൽ നെയിമാണ് ട്രക്കിയ. എന്താ? ശ്വസന നാളം. വിൻഡ് പൈപ്പ്, അല്ലെ, ശ്വസന നാളമാണ് വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ലങ് ട്യൂബിന് പറയുന്ന പേരാണ് ബ്രോങ്കി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എയർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. Which of the following is included in our airway?
അല്ലെങ്കിൽ യുവർ എയർവേ ഇൻക്ലൂഡ്സ് ഡാഷ് അങ്ങനെ ചോദിക്കാം. എന്തൊക്കെയാ അപ്പൊ നമ്മുടെ എയർവേയിലുള്ളത്? എന്താ? നോസ് തുടങ്ങിയില്ലേ? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ് ട്യൂബ്സ്. ക്ലിയർ ആയോ? അതിന്റെ ഓരോന്നിന്റെയും നമുക്ക് മെഡിക്കൽ നെയിം ആണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ത്രോട്ട് എന്ന് പറഞ്ഞ മെഡിക്കൽ നെയിം ഫാനക്സ്, വോയിസ് ബോക്സിന്റെ ലാനക്സ്, വിൻഡ് പൈപ്പ് ട്രക്കിയ, ലങ് ട്യൂബ് അതിന് പറയുന്നതാണ് ബ്രോങ്കി. ക്ലിയർ ആയോ? നോട്ട് ചെയ്തെടുത്തോ? അത് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടെ അവിടെ. എയർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കും, അതിന്റെ മെഡിക്കൽ നെയിമുകളും ചോദിക്കും. ക്ലിയർ ആണോ? ഒന്ന് കമ്പിട്ടെ. ആരും ഇല്ലേ അവിടെ? എന്താ പറ്റി? ഒരു ക്ലാസ് കഴിഞ്ഞ് എന്റെ ഒരു ഇത് മാറിയില്ലേ? നിങ്ങൾക്ക് ക്ഷീണം മാറിയില്ലേ? Okay. One of the two methods for pushing oxygen into lungs from a ventilator, either a breathing tube or fitted mask. അത് ചോദിക്കാം കേട്ടോ. അപ്പൊ രണ്ട് മെത്തേഡിലാണ് നമുക്ക് വെന്റിലേറ്ററിൽ കൂടെ ഓക്സിജൻ നമുക്ക് പുഷ് ചെയ്യുന്നത്, അകത്തേക്ക് എടുക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്? ഒന്നില്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വഴിയാക്കാം. ഏതാണ്? ബ്രീത്തിങ് ട്യൂബ് വഴിയാക്കാം, അല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക്, ഫിറ്റ് ചെയ്ത മാസ്ക് വഴിയാക്കാം. അപ്പൊ ഏതൊക്കെയാ രണ്ട് രീതി? ഏതൊക്കെയാ? വെന്റിലേറ്ററിൽ നിന്ന് ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള രണ്ട് രീതികൾ ഏതൊക്കെയാണ്? എന്ത് വഴിയാകാം? ഒന്നില്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വഴിയാകാം, അല്ലെങ്കിൽ മാസ്ക് വഴിയാകാം. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? Two methods for pushing oxygen into the lungs from a ventilator. ഒരു വെന്റിലേറ്ററിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജനെ എത്തിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നിനെ ബ്രീത്തിങ് ട്യൂബ് വഴി, അല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക് വഴി. ഇത് ബ്രീത്തിങ് ട്യൂബ് സാധാരണയായിട്ട് വായുക്കൂടെ ഇങ്ങനെ അകത്തേക്ക് വിടുക ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് ഇറക്കി വിടുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൂക്കിക്കടയും ഇടാം കേട്ടോ ഈ ബ്രീത്തിങ് ട്യൂബ് ഇടുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി. അപ്പൊ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത അവിടെ ബ്രീത്തിങ് ട്യൂബ്, ഫിറ്റഡ് മാസ്ക്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് വെന്റിലേറ്ററിൽ നിന്ന് ഓക്സിജൻ ലങ്സിലേക്ക് എത്തുന്നത്? ഏതൊക്കെ മെത്തേഡാണ്? ബ്രീത്തിങ് ട്യൂബ്, ഫിറ്റഡ് മാസ്ക്. ഇനി നോക്കിയേ. Being on a ventilator while the patient is conscious can be very uncomfortable, especially the patient has a breathing tube on to his throat. അപ്പൊ നോക്കിയേ, being on a ventilator while the patient is conscious. ഇനി നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധമുള്ള ഒരു പേഷ്യൻസിന് ഈ നമുക്ക് ഈ ബ്രീത്തിങ് ട്യൂബ് ഇടുന്നത് ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? നമുക്ക് നോർമൽ ഒരു ബോധമുള്ള ഒരു പേഷ്യന്റിന് നമുക്ക് ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ ഇടുന്നത് അവരെ സംബന്ധിച്ച് ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ അൺകോൺഷ്യസ് ആണെങ്കിൽ പിന്നെ അവരറിയണില്ല അല്ലെ? അൺകോൺഷ്യസ് ആണെങ്കിൽ അവരറിയണില്ല, ട്യൂബ് ഇട്ടാലൊന്നും അറിയുന്നില്ല. എന്നാല് നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് വെന്റിലേറ്റർ, അതായത് നമുക്ക് ആ ട്യൂബ് ഇടുമ്പോൾ അത് വളരെ എങ്ങനെയാ അൺകംഫർട്ടബിൾ ആയിരിക്കും. എസ്പെഷ്യലി പ്രത്യേകിച്ച് the patient has a breathing tube. പ്രത്യേകിച്ച് ഏതാ? മാസ്ക് ആണെങ്കിൽ പിന്നെ അത്രയും കുഴപ്പമില്ല. എന്നാലും കോൺഷ്യസ് സ്റ്റേജിലുള്ള ഒരു പേഷ്യൻസിന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബ്രീത്തിങ് ട്യൂബ് ഇടുകയാണെങ്കിൽ down to throat അല്ലെ, നമ്മുടെ ത്രോട്ടിലേക്ക് നമുക്ക് ആ ബ്രീത്തിങ് ട്യൂബ് ഇടുവാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസ് എങ്ങനെയാ? അൺകംഫർട്ടബിൾ. അവർക്ക് കംഫർട്ട് ആയിരിക്കോ? ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ ഇങ്ങനെ ട്യൂബൊക്കെ ഇടുമ്പോൾ? While attached to the ventilator, they are. അപ്പൊ ഈ വെന്റിലേറ്ററിൽ അങ്ങനെ അവരെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? They are unable to speak. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ പറ്റില്ല. ഈറ്റ്, ഭക്ഷണം കഴിക്കാൻ പറ്റോ? ഭക്ഷണം കഴിക്കാൻ പറ്റോ? നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ വെന്റിലേറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ വെന്റിലേറ്ററിലാണ്, അപ്പൊ നമ്മൾ പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ ഒരു സമയത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് കയറി കാണാം നമുക്ക് അല്ലെ? ഇന്ന ടൈമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം. അപ്പൊ അവർക്ക് നമ്മളോട് വർത്താനം പറയാൻ പറ്റുമോ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർക്ക് അനങ്ങാൻ പറ്റില്ല, അനങ്ങാതെ തന്നെ കിടക്കണം. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ while attached to the ventilator, they are unable to speak, eat or move a lot. ക്ലിയർ ആയോ? അത്രയും പറഞ്ഞത് ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നോട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ക്ലിയർ ആയോ?
അപ്പൊ എന്താ പറഞ്ഞത് ആ പാരഗ്രാഫില്? വെന്റിലേറ്ററില് നമ്മള് ഈ ബോധമുള്ള ഒരു പേഷ്യൻസ്, കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ്, പ്രത്യേകിച്ച് നമ്മൾ ബ്രീതിങ് ട്യൂബ് ഇടുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് കംഫർട്ടബിൾ അല്ല അല്ലെ, അങ്ങനെ ബോധത്തോടു കൂടി ഇങ്ങനെ ട്യൂബ് ഒക്കെ ഇടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന പേഷ്യൻസിന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ അവർക്ക് മൂവ് ചെയ്യാനോ സാധ്യമല്ല. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കിയേ. എ പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ റിക്വയർസ് ടു ഗെറ്റ് മോണിറ്റർഡ് ഫോർ ദിസ്. ഇതും എക്സാമിന് ചോദിക്കാം. അവിടെ നിങ്ങളൊന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടെ ഞാൻ ഈ പറയുന്നതൊക്കെ. അതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. നിങ്ങളോട് നോട്ട് ചെയ്തിടാൻ പറയുന്നത്. അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്തിടാം. ബാക്കിയൊക്കെ വായിക്കേണ്ടെന്നല്ല കേട്ടോ, ബാക്കിയൊക്കെ വായിക്കുകയും ചെയ്യണം. ഇത് പ്രത്യേകം ഒന്നുകൂടി വായിക്കണം. സ്കൂളിൽ നിങ്ങൾക്ക് തരാറില്ലേ ടീച്ചേഴ്സ്? ഇമ്പോർട്ടന്റ് ഒക്കെ അടയാളപ്പെടുത്തി തരാറില്ലേ? അല്ലേ? ഇല്ലേ? അത് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? എന്താണ് ഒരു ചൊടിയും വലിക്കൊന്നും ഇല്ലാത്തത്? ഞാനിത് ഒരു ക്ലാസ് ഒന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ഓടി കയറി വന്നതാണ്. ബാച്ച് കഴിഞ്ഞ് കയറിയുള്ളൂ. അപ്പൊ ഞാനിവിടെ അയ്യോ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ക്ഷീണിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഇപ്പൊ ഞാൻ വന്ന അതേ ഫ്രഷ് ആ ഒരു എനർജി തന്നെ എനിക്കില്ലേ? ഇവിടെ ഒരു മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്തിട്ട് വന്നതാണ്. നിങ്ങൾ അവിടെ പിന്നെ അത് കേൾക്കണേലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ എനർജറ്റിക് ആവണ്ടേ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലായിട്ട്? അപ്പൊ തന്നെ ഞങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പുതിയ കുട്ടികളാണ്, ഞങ്ങളുടെ പഴയ പിള്ളേരൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ മതി, ക്ലിയർ ആ മിസ്സേ, ഓക്കെ മിസ്സേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ വരാം ഇങ്ങനെ മെസ്സേജ് ഇട്ടാൻ തോന്നുന്നു. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണ്ട. ഇവിടെ ചോദിക്കണം മനസ്സിലായില്ലേ, ക്ലിയർ ആയില്ലേ, ഡൗട്ട് ഇല്ലേ, അങ്ങനെ ചോദിച്ച 2 മിനിറ്റ് കഴിയുമ്പോഴാണ് അവിടെ മെസ്സേജ് ഇട്ടത്. അപ്പൊ ഒരാളെങ്ങാനും പൊങ്ങി വന്നാ ആയി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്തിട്ടില്ലേ എല്ലാവരും? എ പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ റിക്വയർസ് ടു ഗെറ്റ് മോണിറ്റർഡ് ഫോർ ദിസ്. ഈ വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന പേഷ്യന്റിന് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവിടെ നിരീക്ഷിക്കണം? വെറുതെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്നിട്ടാ മതിയോ? വെന്റിലേറ്ററിലാക്കിയാൽ മതിയോ? എന്തൊക്കെ നോക്കണം? ഹാർട്ട് റേറ്റ്, അവരുടെ ഹാർട്ട് റേറ്റ് നോക്കണം, ബ്ലഡ് പ്രഷർ നോക്കണം, റെസ്പിറേറ്ററി റേറ്റ്, ബ്രീത്തിങ് റേറ്റ് നോക്കണം, ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡിലെ ഓക്സിജന്റെ നില എത്രത്തോളം ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം. ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ ഫോർ സ്കാൻ. റെഗുലർ ആയിട്ട് ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കണം, സ്കാനുകൾ അത് ചെയ്യണം. പിന്നെ അഡീഷണലി ബ്ലഡ് ടെസ്റ്റ് കണ്ടോ, ബ്ലഡ് ടെസ്റ്റ് കൂടി നോക്കണം. പിന്നെ required to determine blood oxygen in carbon dioxide level. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ലെവൽ അറിയുന്നതിന് ആവശ്യമായിട്ടുള്ള, അപ്പൊ ബ്ലഡിൽ ഇത്ര ഓക്സിജൻ വേണമെന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ആ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ലെവൽ ഒക്കെ അറിയാനായിട്ട് ബ്ലഡ് ടെസ്റ്റുകളും നോക്കണം. ഇത്രയും കാര്യങ്ങൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് നോക്കും. എന്തൊക്കെയാ എല്ലാവരും എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞോണ്ട് മനസ്സിലാവും. ഹാർട്ട് റേറ്റ് നോക്കും, പ്രഷർ നോക്കും, റെസ്പിറേറ്ററി റേറ്റ് നോക്കും, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, റെഗുലർ ചെസ്റ്റ് എക്സ്റേ, സ്കാനുകൾ ചെയ്യും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. ക്ലിയർ ആണോ? യെസ്, ഇനി അടുത്ത് നോക്കിയേ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? എന്താണ് ബെനിഫിറ്റ്സ്? മെക്കാനിക്കൽ വെന്റിലേഷൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് എന്തൊക്കെയാണ് ഒരു ബെനിഫിറ്റ്? എന്തൊക്കെയാന്ന് നോക്കിയേ. The patient doesn't have to exert as much effort to breathing. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ? വെന്റിലേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് പേഷ്യന്റിന് നമുക്ക് ബ്രീത്തിങ്ങിന് അധികം എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല അല്ലെ? ശ്വാസമുട്ടുള്ളവർക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പല പ്രശ്നങ്ങളും കാരണം അല്ലെ? അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാ നമ്മൾ കുറെ അസുഖങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, വെന്റിലേറ്റർ വേണ്ടി വരുന്ന അസുഖങ്ങള് അല്ലെ? ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ? അപ്പൊ അവരിങ്ങനെ ശ്വാസം ഭയങ്കര ഇതായിട്ടൊക്കെ എടുത്ത് അത്ര എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഈ വെന്റിലേറ്റർ അവർക്ക് വെക്കുകയാണെങ്കിൽ ബ്രീത്തിങ്ങിന് അത്രയും എഫേർട്ട് എടുക്കണോ അവർക്ക്? വേണോ? വേണ്ടല്ലോ. അപ്പൊ എന്താ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണ്? The patient doesn't have to exert as much effort to breathing. രോഗിക്ക് സ്വയം ശ്വസിക്കാനായിട്ട് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരില്ല. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ?
വെന്റിലേറ്റർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന് നമുക്ക് ഇങ്ങനെ വളരെ ഇങ്ങനെ എന്താ പറയാ അത്രയും എഫേർട്ട് എടുക്കേണ്ട വരില്ല. ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരില്ല. രണ്ടാമത്തെ നോക്കിയേ, ദ പേഷ്യൻസ് ബ്രീത്തിങ് ഈസ് ലൈക്ക് ടു ബിക്കം നോർമൽ. പേഷ്യന്റിന്റെ ബ്രീത്തിങ് എങ്ങനെയാ സാധാരണ നിലയിലാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ബെനിഫിറ്റ് ആട്ടോ, ദ പേഷ്യന്റ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ടു ബിക്കം നോർമൽ. സാധാരണ നിലയിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റൂലേ? വെന്റിലേറ്ററിൽ 2-3 ദിവസം കിടന്ന് അവരുടെ ആ ബ്രീത്തിങ് നോർമൽ ആവുമ്പോഴത്തേക്ക് വെന്റിലേറ്റർ മാറ്റിയിട്ട് അവരെ അവരുടെ റൂമിലേക്ക് മാറ്റും. അങ്ങനെയില്ലേ? അല്ലെ? എന്താ ഒരു ബെനിഫിറ്റ്? അപ്പൊ 1-2 ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടന്ന് അവർക്ക് ബ്രീത്തിങ് നോർമൽ ആകാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഹെൽപ്പ് ദ പേഷ്യൻസ് റിസീവ് ആസ് മച്ച് ഓക്സിജൻ ആസ് ഹി ഓർ ഷീ റിക്വയർസ്. കണ്ടോ, രോഗിക്ക് ആവശ്യമുള്ള അത്രയും ഓക്സിജൻ സ്വീകരിക്കാൻ സഹായിക്കുന്നു. Help the patient receive as much oxygen as he or she requires. അവന് അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമായ അത്രയും ഓക്സിജൻ റിസീവ് ചെയ്യാൻ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് നോക്കിയേ, മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർവേ. എയർവേ എത്ര മതി? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എയർവേ നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു വായുമാർഗം നിലനിർത്താൻ സഹായിക്കുന്നു. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർവേ. അടുത്ത പോയിന്റ് ഇവിടെ തന്നിട്ട്, പെർമിറ്റ്സ് മെഡിക്കേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. എന്താ, നമ്മുടെ മരുന്നുകള്, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ പ്രവർത്തിക്കാനും ശരീരം മെച്ചപ്പെടുത്താനും അനുവദിക്കുന്നു. അല്ലെ? വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ആ മരുന്നുകൾ കൊടുക്കാലോ. അപ്പൊ മരുന്നുകളിൽ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം കുറച്ചുകൂടി ബെറ്റർ ആവാൻ, ബോഡി ടു മേക്ക് ബെറ്റർ, അല്ലെ? ബോഡി ബെറ്റർ ആകാനുമുള്ള ഈ കാര്യങ്ങൾ പെർമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുന്നു. പെർമിറ്റ് മെഡിക്കേഷൻ ടു വർക്ക് ആൻഡ് ബോഡി ടു മേക്ക് ബെറ്റർ. മരുന്നുകൾ പ്രവർത്തിക്കാനും നമ്മുടെ ശരീരം മെച്ചപ്പെടുത്താനും അനുവദിക്കുന്നു. ക്ലിയർ ആയോ? നോക്കിയേ, ഇപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ് ഉള്ളതെന്നുള്ളത് 5 പോയിന്റ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്തു. ഓപ്ഷൻസ് ഇങ്ങനെയുള്ളതല്ലേ. നമുക്ക് എങ്ങനെ ചോദിക്കാം, ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഈ പോയിന്റ്സ് കണ്ട ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഇനി പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ പോയിന്റിൽ എന്താ, പേഷ്യൻസിന് അത്രയും ബ്രീത്തിങ്ങിന് എഫേർട്ട് എടുക്കേണ്ടി വരില്ല. പിന്നെ പേഷ്യന്റിന്റെ ആ ബ്രീത്തിങ് സാധാരണ നിലയിലാവാൻ സാധ്യതയുണ്ട്. പിന്നെ പേഷ്യൻസിന് ആവശ്യത്തിലധികം ഓക്സിജൻ റിസീവ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു വായുമാർഗം നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ എന്തിന്, മെഡിക്കേഷൻസ്, അല്ലെ, മരുന്നുകളിൽ പ്രവർത്തിക്കാനും നമ്മുടെ ബോഡി ബെറ്റർ ആകാനും അനുവദിക്കുന്നു. ഇനി ഇത് ആർക്കെങ്കിലും വായിക്കണോ? ഈ ക്ലാസ്സിലിരുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും വായിക്കണോ? ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തതല്ലയോ എന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും വായിക്കേണ്ട ആവശ്യമുണ്ടോ? ആൻസർ കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? 5 പോയിന്റും. യെസ്. ഇനി നോക്കിയേ, റിസ്ക് ഓഫ് ബീങ് ഓൺ വെന്റിലേറ്റർ. ഇപ്പൊ നമ്മൾ കുറച്ച് വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ് പറഞ്ഞു, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എന്തൊക്കെ പ്രയോജനങ്ങളാ ഉള്ളതെന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, അതുപോലെ തന്നെ റിസ്ക് ഉണ്ട്. കണ്ടോ, റിസ്ക് ഓഫ് ബീങ് ഓൺ എ വെന്റിലേറ്റർ. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എന്തൊക്കെ റിസ്കുകളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയേ. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ വെന്റിലേറ്റർ. നമുക്ക് വെന്റിലേറ്ററിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ, ബ്രീത്തിങ്ങിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ നമുക്ക് എല്ലാം ഒരു വെന്റിലേറ്റർ ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ തന്നെ മരിച്ചു പോകും, അല്ലെ? അപ്പൊ അവരെല്ലാം ലൈഫ് സേവ് ചെയ്യുന്നു. വെന്റിലേറ്റർ ക്യാൻ ബി സേവ്ഡ് ബൈ ലൈഫ്, അല്ലെ? അല്ലെങ്കിൽ ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ വെന്റിലേറ്റർ. ലൈഫ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? വെന്റിലേറ്ററിലൂടെ സേവ് ചെയ്യാൻ പറ്റും. ഇനി ഹവർ, ഞങ്ങളുടെ ക്ലാസ് പറഞ്ഞ ഹവർ, ലൈക്ക് അതർ ട്രീറ്റ്മെന്റ് ആണ് അത്. ലൈക്ക് അതർ ട്രീറ്റ്മെന്റ്, ഒന്ന് കറക്റ്റ് ചെയ്തത്, ട്രീറ്റ്മെന്റ്സ്, ചികിത്സകള്, മറ്റുള്ള ട്രീറ്റ്മെന്റുകളെ പോലെ തന്നെ വെന്റിലേറ്റേഴ്സ് ക്യാൻ കോസ് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ്. വെന്റിലേറ്ററിന് എന്തുണ്ടാവുന്നുണ്ട്? കുറച്ച് സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. ഉണ്ടാവും. വെന്റിലേറ്റർ ക്യാൻ കോസ് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ്. മറ്റുള്ള ഈ ട്രീറ്റ്മെന്റുകളെ പോലെ തന്നെ വെന്റിലേറ്ററിന് കുറച്ച് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. This is more common if the patient is on a ventilator for a
പ്രൊലോങ്ഡ് പീരിയഡ്. എന്താണ് സാധാരണയായിട്ട് എന്താ നമ്മളിപ്പോ കുറച്ച് ദിവസം അധികം നാളൊക്കെ വെന്റിലേറ്ററിൽ കിടക്കൂലേ, കുറച്ചധികം നാളൊക്കെ ഇപ്പൊ വലിയ ആക്സിഡന്റ് ഒക്കെ പറ്റി നമ്മൾ കുറെ നാള് അധികമൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്കാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. ദിസ് ഈസ് മോർ കോമൺ ആയിട്ട് if the patient is on a ventilator for a prolonged period, longer കുറെ നാള് ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. A few of the most common risks connected with being on a ventilator. Ventilator കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമൺ റിസ്കുകള് ഏതൊക്കെയാണ്? പേരുകള് എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ റിസ്ക് ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. എന്നിട്ട് ഡീറ്റെയിൽ നോക്കാം. എന്തൊക്കെ അവർക്ക് റിസ്കുകൾ, അപകടങ്ങൾ ഉണ്ടാവാം? ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം? അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ബീങ് ഓൺ എ വെന്റിലേറ്റർ. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? അത് താഴെ പറയുന്നത് ഏതാണ്? റിസ്കുകൾ ഏതൊക്കെയാണ്? എന്തൊക്കെ സംഭവിക്കാം? ഇൻഫെക്ഷൻ വരാം. നമുക്ക് എന്താ ഇൻഫെക്ഷൻ വരാം. രണ്ടാമത്തെ നോക്കി, ഇറിറ്റേഷൻ വരാം. ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവാറില്ല, ഒരു ഇറിറ്റേഷൻ അല്ലെ? നമുക്കൊരു എന്താ പറയാ ഇറിറ്റേഷൻ, എന്തുവാ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥത അല്ലെ? നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകാം. വോക്കൽ കോഡ് ഇഷ്യൂ, വോയിസ് കോഡിന് നമുക്ക് ഇഷ്യൂസ് സംഭവിക്കാം. പൾമണറി എഡിമ അവിടെ പറയുന്നുണ്ട് എന്താന്നുള്ളത് ടീച്ചർ പറയുന്നുണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ സെഡേഷനുമായി ബന്ധപ്പെട്ട ഡിമെൻഷ്യ അതും പറയാൻ കേട്ടോ, പറയാം. ഡിമെൻഷ്യ വരാൻ സാധ്യത, ഫ്ലൂയിഡ് ഓവർലോഡ്, ഫ്ലൂയിഡ് അധികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ലങ് ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കിട്ടിയോ? എന്തൊക്കെ പറ്റാം? ഓക്കെ, എന്തൊക്കെ പറ്റാം? ഇൻഫെക്ഷൻ. നമുക്ക് എന്താ ഒരു ഇൻഫെക്ഷൻ സംഭവിക്കാം. ഓക്കെ, one of the main risk being on a ventilator with a breathing tube is infection. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് വെന്റിലേറ്റർ നമുക്ക് ഒന്നില്ലെങ്കിൽ മാസ്ക് വഴിയാകാം, നമുക്ക് അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നില്ലെങ്കിൽ മൂക്കിലൂടെ ഇടാം അല്ലെങ്കിൽ വായിലൂടെ ആ ട്യൂബ് നമ്മുടെ ത്രോട്ടിലേക്ക് ഇടാം. തൊണ്ടയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും ആ ട്യൂബ്. അപ്പൊ അങ്ങനെ ആ ബ്രീത്തിങ് ട്യൂബ് ഇടുമ്പോൾ എന്തുണ്ടാകാം? ബ്രീത്തിങ് ട്യൂബ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഫ്ലൂയിഡ്, ഇപ്പൊ നമ്മള് യൂറിൻ പോകാൻ യൂറിനറി ട്യൂബ് ഇടൂലേ, കത്തീറ്റർ നമ്മൾ ട്യൂബ് ഇടൂലേ, അപ്പൊ അവിടെ ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ സംഭവിക്കാറില്ലേ? അല്ലെ? മൂത്രം പോകാനായിട്ട് നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ കുറച്ചധികം ദിവസം ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാറില്ലേ? വരാറില്ലേ? ആർക്കെങ്കിലും ഇട്ടിട്ടുണ്ടോ ട്യൂബ്? എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തിട്ടോ ട്യൂബ് ഇട്ടുണ്ടോ? അഫ്സ്ന, അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ നമ്മുടെ ത്രോട്ടിലേക്ക് ഇങ്ങനെ വെക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. Mucus developing throat and windpipe can permit germs to pile up on the breathing tube. കണ്ടോ? അപ്പൊ എന്ത് പറ്റും? ആ ഫ്ലൂയിഡ്, നമ്മുടെ ഫ്ലൂയിഡ് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ശ്ലേഷ്മം, അത് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ കഫമൊക്കെ ഇല്ലേ, അതുപോലെ അങ്ങനെയുള്ളതൊക്കെ നിറയാനും. ആൻഡ് വിൻഡ് പൈപ്പ് ക്യാൻ പെർമിറ്റ്, ആ വിൻഡ് പൈപ്പ് നമ്മുടെ ശ്വസന നാളം, വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? ശ്വസന നാളം. ആ വിൻഡ് പൈപ്പ് അവിടെ എന്താ, നമുക്ക് വിൻഡ് പൈപ്പിൽ ജേംസുകള്, രോഗാണുക്കള് വരാൻ സാധ്യതയുണ്ട്. germs to pile up on the breathing tube. അപ്പൊ ബ്രീത്തിങ് ട്യൂബില് അങ്ങനെ എന്ത് വരാം? ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ ആ ഫ്ലൂയിഡ് മ്യൂക്കസ് ഒക്കെ ഉണ്ടായിട്ട് ത്രോട്ടില് ഡെവലപ്പ് ചെയ്തിട്ട് ആ വിൻഡ് പൈപ്പില് ജേംസുകൾ വരാനും അവിടെ ഇങ്ങനെ അതൊക്കെ അടിഞ്ഞുകൂടാൻ, പൈലപ്പ് എന്ന് വെച്ചാൽ അടിഞ്ഞുകൂടുക, പൈലപ്പ് ഓൺ ബ്രീത്തിങ് ട്യൂബ്, ബ്രീത്തിങ് ട്യൂബില് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ദിസ് ജേം ക്യാൻ ദെൻ മൂവ് ഇൻടു ദ, അത് ആ ജേംസ് എങ്ങോട്ട് പോകാം? ബ്രീത്തിങ് ട്യൂബിൽ അങ്ങനെ ജേംസ് ഉണ്ടായി കഴിയുമ്പോൾ ആ ജേംസ് നേരെ എങ്ങോട്ട് പോകും? ലങ്സിലേക്ക് പോകും. into the ലങ്സിലേക്ക് പോകും. ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. അപ്പൊ അങ്ങനെ എന്ത് പറ്റും? ലങ്സിലേക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും? ന്യൂമോണിയ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അല്ലെ? ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ്
ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പിന്നെ സൈനസ് ഇൻഫെക്ഷൻ ആർ ഓൾസോ യൂഷ്വൽ വിത്ത് ദ ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബിന് ഉപയോഗിക്കുമ്പോൾ സൈനസ് ഇൻഫെക്ഷൻ, സൈനസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ മൂക്കില്ലേ, നമ്മുടെ മൂക്കിന്റെയും കണ്ണിന്റെയും ചുറ്റിലായിട്ട് കാണപ്പെടുന്ന വായു അറകളാണ് ഈ സൈനസുകൾ എന്ന് പറയുന്നത്. അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂക്കിന്റെയും കണ്ണിന്റെയും ഒക്കെ ചുറ്റിലായി കാണപ്പെടുന്ന വായു അറകൾ സൈനസ്. കിട്ടിയോ? സൈനസ് ഇൻഫെക്ഷൻ എന്താണ്? അവിടെ സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കിട്ടിയോ ഇൻഫെക്ഷൻ എന്നുള്ളത്? വെന്റിലേറ്റർ ദീർഘനാള് വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നമുക്ക് ബ്രീത്തിങ് ട്യൂബ് അല്ലെ, മെയിൻ റിസ്ക് എന്ന് പറഞ്ഞ ഏതാണ്? ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് മെയിൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ട്യൂബ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഈ ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ ത്രോട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ആ ട്യൂബ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഫ്ലൂയിഡും മ്യൂക്കസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ എന്ത് വരുന്നു? ജെംസുകള് അല്ലെ അവിടെ അടിഞ്ഞു കൂടുന്നു. ബ്രീത്തിങ് ട്യൂബില് ജെംസ് വരുന്നു. ആ ജെംസ് ബ്രീത്തിങ് ട്യൂബിൽ നിന്ന് നേരെ നമ്മുടെ ലങ്സിലേക്ക് ചെല്ലുന്നു. അപ്പൊ ലങ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ന്യൂമോണിയ വരാനുള്ള സാധ്യത ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ സൈനസ് ഇൻഫെക്ഷനും ഈ ബ്രീത്തിങ് ട്യൂബ് വഴി ഉണ്ടാകാം. സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മൂക്കിന്റെയും കണ്ണിന്റെയും ഒക്കെ ചുറ്റുമായിട്ട് കാണപ്പെടുന്ന വായു അറകളാണ് സൈനസ് എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഒന്നാമത്തേത് റിസ്ക്. ഓക്കെ, രണ്ടാമതാണ് ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? നമ്മുടെ വായിലേക്ക് മൂക്കിലേക്കൊക്കെ ഇതുപോലെ ട്യൂബൊക്കെ കടത്തിവിട്ട് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? വേണ്ട. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ട്രിപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ടീച്ചർ കയ്യിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? നമ്മുടെ സാധാരണ പോലെ നമുക്ക് കൈ എടുക്കാനും കുടിക്കാനും അല്ലെ നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു ഇറിറ്റേഷൻ അല്ലെ, നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്താൽ നമുക്കൊരു ഇറിറ്റേഷൻ വരും. അത് സ്വാഭാവികമല്ലേ? അല്ലേ? നമുക്കൊരു ഇറിറ്റേഷൻ വരാറില്ലേ? എക്സ്ട്രാ നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും ഫിറ്റ് ചെയ്താ അല്ലെ? ഒരു മാസ്ക് പോലും വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ കൊറോണയൊക്കെ വെച്ചപ്പോ മാസ്ക് വെച്ച് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ വെച്ച് നമുക്ക് അത് പരിചയമായി അല്ലെ? നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇവിടെ നോക്കിയേ, the breathing tube can tap against the irritate the throat or lungs. കണ്ടോ? ബ്രീത്തിങ് ട്യൂബ് ഇറിറ്റേഷൻ ഉണ്ടാകാം. can tap against and irritate the throat or lungs. ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ലങ്സിന് ത്രോട്ടിനൊക്കെ എന്താണ് ഒരു ഇറിറ്റേഷൻ, തൊട്ടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാം ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. നമുക്ക് പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ചുമക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ? വായു കൂടെ ട്യൂബ് ഇട്ട് വെച്ചാൽ നമുക്ക് പാകത്തിന് ചുമക്കാൻ പറ്റോ? ബ്രീത്തിങ് ട്യൂബ് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ആ ത്രോട്ടിലേക്കൊക്കെ അല്ലേ അത് ഇറക്കി വെക്കുന്നത്. അപ്പൊ ആ ത്രോട്ടിൽ ആ ചെന്ന് മുട്ടുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും അല്ലേ? ബ്രീത്തിങ് ട്യൂബ് ആ ത്രോട്ടിലേക്കൊക്കെ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് അവിടെ തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. പിന്നെ അത് കൂടാതെ നമുക്ക് അവിടെ ചുമക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ക്ലിയർ ആയോ ഇറിറ്റേഷൻ എന്താണെന്നുള്ളത്? തങ്കം ഒന്നില്ല കേട്ടോ. ഓക്കെ, ഒരാളെങ്കിലും തമ്മിട്ടാലാണ് ക്ലിയർ ആണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ വോക്കൽ കോഡ് ഇഷ്യൂസ്. A breathing tube goes through the voice box. Voice box ന് പറയുന്ന പേരെന്താ? voice box ലാരിങ്സ് അല്ലെ? നമ്മൾ മെഡിക്കൽ നെയിം പഠിക്കണം. നമുക്ക് തൊണ്ടയില് വോയിസ് ബോക്സിന് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ശബ്ദം വരണ്ടേ? അവിടെ നിന്നല്ലേ നമുക്ക് സംസാരിക്കാനുള്ള ശബ്ദം വരുന്നത്. അപ്പൊ ഈ ബ്രീത്തിങ് ട്യൂബ് goes through the voice box which consists of vocal cords. This is why the patient can't speak when being on a ventilator. And ആ വോയിസ് ബോക്സിന് നമുക്ക് ഇതാക്കും. അപ്പൊ എന്താ പറയുന്ന ആ വോക്കൽ കോഡ്സ് അടങ്ങുന്ന ആ വോയിസ് ബോക്സിലൂടെ ഒരു ബ്രീത്തിങ് ട്യൂബ് കടന്നു പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കും? നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ദിസ് ഈസ് വൈ ദ പേഷ്യന്റ് കാൻ't സ്പീക്ക് when on a ventilator. അതുകൊണ്ടാണ് ആ ബ്രീത്തിങ് ട്യൂബ് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. The breathing tube can harm to the voice box.
വോയിസ് ബോക്സിന് നമുക്ക് എന്ത് നമുക്ക് ഹാമാക്കും, ദോഷമുണ്ടാക്കും, വോക്കൽ കോഡ് ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, വോയിസ് ബോക്സിന് ഹാം ആകും. ബ്രീത്തിങ് ട്യൂബ് can harm the voice box. ഇനി കിട്ടിയോ? ക്ലിയർ ആണോ നോക്കിയേ? ഹാം എന്ന് പറഞ്ഞാൽ ദോഷമാണ് കേട്ടോ, ദോഷം ഉണ്ടാകാം. ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ബോക്സിന് ദോഷമുണ്ടാകാം. ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിയേ, പൾമോണറി എഡിമ. എക്സാം ചോദിക്കാറുണ്ട് കേട്ടോ അത്. പൾമോണറി എഡിമ. Okay, the air sac in the lungs can get filled up with the fluid. Correct ചെയ്തേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആട്ടോ. ഫ്ലൂയിഡ്സ് എന്നാണ്. FLUIDS, ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡ്. ഓക്കെ, എന്താണ് പണ്ട് പറഞ്ഞേക്കുന്നത്? പൾമോണറി എഡിമ. പൾമോണറി എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി, എയർ സാക്ക് ഇൻ ദ ലങ്സ്. ലങ്സിലുള്ള വായു അറകള്, വായു സഞ്ചികളില് എന്ത് പറ്റുന്നു? ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് വന്നെന്ന് അറിയുന്നു. ആ കണ്ടീഷനാണ് പൾമോണറി എഡിമ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇതിനകത്ത് റിസ്കുകളില് അത് ചോദിക്കാം. പിന്നെ പൾമോണറി എഡിമ തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ പൾമോണറി എഡിമ എന്താന്ന് ചോദിക്കാനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ ചോദിക്കാം, the air sac in the lungs can filled up with fluid. Situation is called. ആ സിറ്റുവേഷൻ എന്താ പറയുന്നത്? പൾമോണറി എഡിമ. എന്താ? ശ്വാസകോശത്തിലെ വായു സഞ്ചികളില്, ലങ്സിലെ എയർ സാക്ക് എന്ന് വെച്ചാൽ വായു സഞ്ചികള് അല്ലെ, അൽവിയോളായി. ശരിയാണ്. വായു സഞ്ചികളില് എന്ത്? ഫ്ലൂയിഡ് നിറയുന്നു. വായു അറകൾ, അൽവിയോളെ എന്നാ പറയുന്നത് കേട്ടോ. എയർ സാക്ക് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് വന്ന് നിറയുന്നു. ആ കണ്ടീഷനെയാണ് പൾമോണറി എഡിമ എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പൾമോണറി എഡിമ വരാം. പിന്നെ നോക്കിയേ, ബ്ലഡ് ക്ലോട്ട്സ്. ബ്ലഡ് ക്ലോട്ട് ആവാം. അടുത്തെന്താ? ബ്ലഡ് ക്ലോട്ട് ആവാം. laying in the same position. അപ്പൊ ആ പേഷ്യന്റ് എങ്ങനെയാ? നമുക്ക് വെന്റിലേറ്റർ ആകുമ്പോൾ നമുക്ക് അനങ്ങാനൊന്നും പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ? അനങ്ങാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ laying in the same position for a long time, കുറെ സമയം അവര് സെയിം പൊസിഷനിൽ തന്നെ നിൽക്കെടുക്കുകയാണ് അല്ലെ. can enhance, എന്ത് വർദ്ധിപ്പിക്കുന്നു? the risk of blood clots forming. നമുക്ക് എന്താ ഇത് ഇങ്ങനെ നിൽക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആകാനായിട്ട്, ഒരേ സ്ഥാനത്ത് ദീർഘദൂരം കിടക്കുന്നത് അവിടെ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അല്ലെ. കുറെ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആകാം. ബ്ലഡ് രക്തയോട്ടം ഒക്കെ ഇല്ലാതെ വന്നിട്ടേ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആവാം അവിടെ. Laying in the same position for a long time can enhance the risk of blood clots forming. കണ്ടോ? ഒരു സെയിം പൊസിഷനിൽ കുറെ ദീർഘസമയം നമ്മൾ കിടക്കുമ്പോൾ എന്ത് പറ്റാം? ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറിന് നമുക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റൂലേ. അപ്പൊ ഈ തലച്ചോറിനെ ഏൽക്കുന്ന ആഘാതം മൂലം നമുക്ക് മറവി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഡിമെൻഷ്യ അല്ലെ. ചില ആൾക്കാർക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റി കഴിയുമ്പോ ഓർമ്മയില്ലാതെയായി പോകൂലേ. എന്നുവെച്ചാൽ തലക്കൊക്കെ അത്ര ഇടി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്താ ഓർമ്മ നഷ്ടപ്പെടും അല്ലെ. ആ ഒരു അവസ്ഥയാണ് ഡിമെൻഷ്യ. തലച്ചോറിനുണ്ടാകുന്ന എന്തെങ്കിലും ആഘാതം മൂലം ഗുരുതരമായി മറവി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഡിമെൻഷ്യ. ഓക്കെ, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? സെഡേഷൻ റിലേറ്റഡ്. സെഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിമെൻഷ്യ.
This can be resulted by the sedative and many other medication provided to an individual who is on a ventilator with a breathing tube. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ബ്രീത്തിങ് ട്യൂബ് ഉള്ള ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്. ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ പേഷ്യൻസിന് നൽകുന്ന സെഡേറ്റീവ്സ് അല്ലെ, പല സെഡേഷനുള്ള പല സെഡേറ്റീവ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാം. അപ്പൊ അത് അതിന് കാരണമാകാം, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യക്ക് കാരണമാകാം. This can be resulted by sedatives and many other medications provided to an individual who is on a ventilator with a breathing tube. ബ്രീത്തിങ് ട്യൂബോട് കൂടി ആ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസിന് സെഡേറ്റീവ്സും അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സെഡേഷനുമായി ബന്ധപ്പെട്ട് ഡിമെൻഷ്യ മറവി ഉണ്ടാകാം. ഇനി അടുത്തതാണ് ഫ്ലൂയിഡ് ഓവർലോഡ്. എന്താണ് ഫ്ലൂയിഡ് ഓവർലോഡ്? ഫ്ലൂയിഡ് ഓവർലോഡ്. This can be caused by continuous infusion drug toxicity and renal failure. Fluid overload. This can be caused by continuous infusion drug toxicity and renal failure. അടുത്തെന്താ? ഫ്ലൂയിഡ്, നമുക്ക് കൂടുതൽ ഫ്ലൂയിഡ് ഇങ്ങനെ നിറയുന്ന അവസ്ഥ എന്തിന്റെ ഫലമായിട്ടാ? This can be caused by continuous infusion drug toxicity. മരുന്നുകള് ഇൻഫ്യൂഷൻ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ ഒഴിക്കുന്നത് വഴി, അല്ലെങ്കിൽ ഡ്രഗ് ടോക്സിറ്റി എന്ന് പറഞ്ഞ മരുന്നുകളിലുള്ള വിഷാംശം കാരണം, ടോക്സിസിറ്റി എന്ന് വെച്ചാൽ വിഷാംശം, ടോക്സിസിറ്റി വിഷാംശം. ആൻഡ് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ, കിഡ്നി ഡാമേജ് ആവൂലേ ആ ഒരു അവസ്ഥ, റീനൽ ഫെയിലിയർ. ഇതൊക്കെ മൂലം നമുക്ക് എന്ത് പറ്റാം? ഫ്ലൂയിഡ് ഓവർലോഡ്. ഇനി അടുത്തതാണ് ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ. അപ്പൊ എന്താ കാരണം? എന്താ പറഞ്ഞേക്കണേ? കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ് ടോക്സിസിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ മൂലം അധികമായിട്ടുള്ള മരുന്നുകളിലുള്ള വിഷാംശം കൂടുന്നത് മൂലം, കണ്ടിന്യൂസ് ആയിട്ട് അടിഞ്ഞു കൂടുന്നത് മൂലം ഒക്കെ എന്തുണ്ടാക്കാം? ഫ്ലൂയിഡ് ഓവർലോഡ് ആ ഒരു അവസ്ഥ വരാം. പിന്നെ അടുത്തതാണ് ലങ് ഇഞ്ചുറി. ലങ്സിന് ഇഞ്ചുറി പറ്റാം. എന്താണ്? ലങ് ഇഞ്ചുറി. ലങ്സിന് മുറിവ് പറ്റാം, ഇഞ്ചുറി പറ്റാം. എ വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ലങ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ലങ് ഡാമേജ് ആവാം അല്ലെ. കുറെ നാള് നമ്മളിപ്പോ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമ്മുടെ നോർമൽ ലങ്സ് എന്താ ഡാമേജ് ആയി പോകാം. വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ഇതിന് കാരണമാകാം ലങ് ഡാമേജിന് കാരണമാകാം. ലങ്സ് ഡാമേജ് ആകുന്നത്, നമ്മുടെ ശ്വാസകോശം ഡാമേജ് ആകുന്നതിന് കാരണമാകാം. ദിസ് ക്യാൻ occur for several reasons. ഇത് പല കാരണം കൊണ്ട് സംഭവിക്കാം. This can occur for several reasons. ഇത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ലങ് ഇഞ്ചുറി സംഭവിക്കാം. അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ച് നിങ്ങള് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. എന്തൊക്കെ റിസ്കുകളാ പറ്റാന്നുള്ളത്? ഇൻഫെക്ഷൻ വരാം, ഇറിറ്റേഷൻ വരാം, വോക്കൽ കോഡ് ഇഷ്യൂസ് വരാം. അടുത്തത് പൾമോണറി എഡിമ അല്ലെ. നമ്മുടെ പൾമോണറി എഡിമ ഒന്നുകൂടി പറയാലോ? എന്താണ് പൾമോണറി എഡിമ എന്ന് പറഞ്ഞ എന്ത് കണ്ടീഷനാ? The air sac in the lungs can get filled up with the fluid. തിരുത്താൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഫ്ലൂയിഡ് അതായത് നമ്മുടെ ശ്വാസകോശത്തിലുള്ള വായു സഞ്ചികളില്ലേ, അതിനാണ് അൽവിയോള എന്ന് പറയുന്നത്. ആ ശ്വാസകോശത്തിലുള്ള വായു സഞ്ചികളില് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലൂയിഡ് വന്ന് നിറയുന്നു. നമ്മള് എന്താ പറയാ, ഈ കഫക്കെട്ട് എന്നൊക്കെ ഇങ്ങനെ ഇത് വരുന്നത് നമ്മുടെ ഫ്ലൂയിഡ് ആ വായു സഞ്ചികളില് അത് ഫ്രീ ആയി കിടക്കണതല്ലേ, വായു അറകളാണ്, ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അവിടെ ഈ ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരവസ്ഥ, അതാണ് പൾമോണറി എഡിമ എന്ന് പറയുന്നത്. The air sac in the lungs can get filled up with the fluid. ശ്വാസകോശത്തിലെ വായു സഞ്ചികളില്
ഫ്ലൂയിഡ് വന്ന് നിറയുന്ന അവസ്ഥ. ക്ലിയർ ആയോ മോൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ബ്ലഡ് ക്ലോട്ട് ആവാൻ അത് പറഞ്ഞില്ലേ, കുറെ നാളിങ്ങനെ വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോ നമ്മൾ കൈയും കാലും ഒന്നും ഇട്ട് അനക്കണമൊന്നുമില്ലല്ലോ, നമ്മൾ അനങ്ങാതെ കിടക്കല്ലേ, ആ സമയത്ത് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള, രക്തം മര്യാദയ്ക്ക് പാസ് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സെഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിമെൻഷ്യ, മറവി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഫ്ലൂയിഡ് കൂടാനും സാധ്യതയുണ്ട്. ഈ മരുന്നുകളൊക്കെ കുറെ കഴിക്കുമ്പോൾ അവിടെ വിഷാംശങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഡ്രഗ്സ് എന്ന് പറഞ്ഞ മരുന്നുകളുടെയൊക്കെ വിഷാംശങ്ങള്, അല്ലെങ്കിൽ കിഡ്നി റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ആവാം, അറിയാലോ. ഈ മരുന്നുകളൊക്കെ കൂടുതൽ കിഡ്നിക്ക് ഡാമേജ് വരാം. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ തന്നെയാണ്, കിഡ്നി ഫെയിലിയർ തന്നെയാണ്. അങ്ങനെ ഫ്ലൂയിഡ് കൂടാ. പിന്നെ ലങ് ഇഞ്ചുറി, പിന്നെ അടുത്തത് ലെൻസിന് ഇഞ്ചുറി പറ്റാം. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ലെൻസ് ഡാമേജ് ആവാം. കുറെ നാള് നമ്മളിപ്പോ വർക്ക് ചെയ്യാതിരിക്കാല്ലേ, വെന്റിലേറ്ററിലെ ബ്രീത്തിങ് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ ലെൻസിന് എന്ത് പറ്റാം, ഈ ഡാമേജ് ആകാം. വെന്റിലേറ്റർ ക്യാൻ കോസ് ലെൻസ് ഡാമേജ്. ഇനി അവിടെ പറഞ്ഞേക്കുന്നത് ക്ലിയർ ആയില്ലേ, അത് റിസ്ക് ഏതൊക്കെയാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ ക്ലിയർ അല്ലേ? അത് ഓക്കെ അല്ലേ? ആ പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ ഏതൊക്കെയാ റിസ്ക് എന്നുള്ളത്. പിന്നെ അതിനകത്ത് പൾമണറി എഡിമ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, വെന്റിലേറ്റർ ലെൻസിനും ഡാമേജ് ഉണ്ടാക്കുന്നു. യെസ്. ഇനി അടുത്തത് എന്താ പറഞ്ഞു, അപ്പൊ ലെൻസിന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? ദിസ് ക്യാൻ ഓക്കർ ഫോർ സെവറൽ റീസൺസ്. ഇത് പല കാരണം കൊണ്ട് ഉണ്ടാകാം. ലെൻസ് ഡാമേജ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. എങ്ങനെയാ നോക്കിയേ, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നോക്കിയേ. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ശ്വാസകോശത്തിലെ എയർ പ്രഷർ സാധാരണ അവസ്ഥയിൽ നിന്നും അതിന് ബിയോണ്ട് എന്ന് പറഞ്ഞ വാക്ക് എന്താ അർത്ഥം? ഗോയിങ് ബിയോണ്ട് അപ്പുറം അല്ലെ, അതിനപ്പുറത്തേക്ക് പോകാം. നോർമൽ ലിമിറ്റിനും അപ്പുറത്തേക്ക് പോകാം. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. കണ്ടോ, ശ്വാസകോശത്തിലുള്ള എയർ പ്രഷർ നോർമൽ ലിമിറ്റിലും അപ്പുറത്തേക്ക് പോകാം. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ലങ് ഡാമേജ് ഉണ്ടാകാം കേട്ടോ. അതാണ് ഈ പറഞ്ഞേക്കുന്നത്, 3 പോയിന്റ്സ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എന്താ, എയർ പ്രഷർ, ലങ്സിലുള്ള എയർ പ്രഷർ നോർമൽ ലിമിറ്റിനും അപ്പുറത്താകുമ്പോൾ. പിന്നെ എയർ സീപ്സ് into the space between the lungs and the chest wall. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്, ലങ്സിനും ആ ചെസ്റ്റിന്റെ ചെസ്റ്റ് വാളിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് എയർ ഒഴുകുന്നു. സീപ്പ് ചെയ്യാൻ കൊടുക്കാന്നുള്ളത്, എയർ വരുന്നു. ന്യൂമോതെറാക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ വാളിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് കേട്ടോ, ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയിലുള്ള സ്പേസ് ന്യൂമോതെറാക്സ്. ഇനി അപ്പൊ എന്താ പറ്റുന്ന, അടുത്തത് എന്താ പറഞ്ഞ, ലങ് ഡാമേജ് ഉണ്ടാവാനൊരു കാരണം എന്താ, എയർ എവിടെ വരാം, ലങ്സിനും ചെസ്റ്റ് വാളിന്റെ ഇടയിലും എയർ വരാം അല്ലെ. അങ്ങോട്ടേക്ക് എയർ വരുവാണെങ്കിൽ lung damage ഉണ്ടാകാം. Air seeps into space between lungs and the chest wall. Then oxygen toxicity, അല്ലെ, വായു നമുക്ക് ടൂ മച്ച് ഓക്സിജൻ, അതാണ് ലങ്സിൽ ആവശ്യത്തിലധികം ഓക്സിജൻ വരുവാണെങ്കിൽ ലങ് ഡാമേജ് സംഭവിക്കാം. 3 കാരണങ്ങളാണ് പറഞ്ഞേക്കണേ. എന്തൊക്കെ കാരണം കൊണ്ടാ, ഈ എയർ പ്രഷർ, ലങ്സിലെ എയർ പ്രഷർ നോർമൽ ലിമിറ്റിലും അപ്പുറത്താകുവാണെങ്കിൽ ലങ് ഡാമേജ് പറ്റാം. പിന്നെ ലങ്സിനും ചെസ്റ്റ് വാളിന്റെ ഇടയിലും എയർ വരുവാണെങ്കിൽ അല്ലെ, വായു ഒഴുകിയെത്തുവാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വായു നിറയുവാണെങ്കിൽ ലങ് ഡാമേജ് വരാം. പിന്നെ ഓക്സിജൻ ടോക്സിസിറ്റി, അതായത് ഓക്സിജന്റെ അളവ് കൂടുതൽ, അതാണ് ടൂ മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ലങ്സിൽ ആവശ്യത്തിലധികമുള്ള ഓക്സിജൻ കിട്ടിയോ? 3 റീസൺസ് കിട്ടിയോ ലങ് ഡാമേജ് ഉണ്ടാകാനുള്ളത്? 3 പോയിന്റും അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ടിക്കറ്റ് വെക്കോ, അണ്ടർലൈൻ ചെയ്തിടോ ചെയ്യാം. ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ലങ്സിൽ കൂടുതൽ എന്താ പറയാ, ഓക്സിജൻ കൂടുതൽ വരുന്ന അവസ്ഥ. ഫ്രിക്ഷൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള സെക്ഷൻ തന്നെയാണ് ഹു അറ്റൻഡ് ടു ദ പേഷ്യന്റ് ഓൺ എ വെന്റിലേറ്റർ, മെക്കാനിക്കൽ വെന്റിലേറ്റർ. വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസിനെ ആരൊക്കെയാണ് പരിശീലിക്കുന്നത്? ആരൊക്കെയാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിശീലിക്കുന്നത്? ഹു അറ്റൻഡ്സ് ടു ദ പേഷ്യന്റ് ഓൺ എ മെക്കാനിക്കൽ വെന്റിലേറ്റർ. മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ ആരൊക്കെയാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്? ഇവിടെ നിങ്ങൾ അതിന് മുന്നത്തെ ഒന്ന് നോക്കി, അവിടെ വെന്റിലേറ്ററിനാണോ എന്നൊന്ന് നോക്കി. വെന്റിലേഷൻ ആട്ടോ, അവിടെ വെന്റിലേറ്ററിനാട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തേരെ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേറ്റർ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അത്. വെന്റിലേറ്റർ ആക്കിയില്ലേ? കറക്റ്റ് ചെയ്തോ? നേരം പറയാൻ വിട്ടു, ഇവിടെ വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അതാണോ എന്നുള്ളത്. മെക്കാനിക്കൽ വെന്റിലേറ്റർ ട്ടോ. ഇനി അടുത്ത പറഞ്ഞത് നമ്മള് ഓക്കെ, ആരൊക്കെയാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിചരിക്കുന്നത്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിനകത്ത് ഓപ്ഷൻസ് ആരൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവര് നോക്കുന്നത് ആരൊക്കെയാണ്? whom attend to the patient being on a ventilator. അങ്ങനെ ചോദിക്കാം. ആരൊക്കെയാണ് നോക്കുന്നത്? The patients who are mechanically ventilated care providers like ആരൊക്കെ നോക്കണേ? ഫിസിഷ്യന് നോക്കാം, ഫിസിഷ്യൻ ഡോക്ടർ, അനസ്തെറ്റിക്സ്, പൾമോണറി സ്പെഷ്യലിസ്റ്റിന് നോക്കാം, ഫിസിയോതെറാപ്പിസ്റ്റിന് നോക്കാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നേഴ്സസ് ആൻഡ് ലേബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. കണ്ടോ, അതിന് ബാധ്യതയുള്ള ഇത്രയും ആളുകൾക്ക് ലേബിൾ എന്ന് വെച്ചാൽ ബാധ്യതയുള്ള നേഴ്സസ് ആർ ലേബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. അവരെ നോക്കാൻ ബാധ്യതയുള്ള ആ നേഴ്സുകൾക്കും ഈ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിചരിക്കാം. ആർക്കൊക്കെ നോക്കുന്നേ? ആ പോയിന്റുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഫിസിഷ്യന്, അനസ്തെറ്റിക്സിന്, പൾമോണറി സ്പെഷ്യലിസ്റ്റിന്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്, നേഴ്സസിന് പേര് വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ പരിശീലിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അത് അവിടെ ഹും പറഞ്ഞു ചോദിക്കാം കേട്ടോ. ഹും അറ്റൻഡ്സ് ടു ദ പേഷ്യന്റ് ഓൺ എ മെക്കാനിക്കൽ വെന്റിലേറ്റർ. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ആരൊക്കെയാണ്? പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ഒക്കെ ഇനി വന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല കേട്ടോ. അനസ്തെറ്റിക്സ്, പൾമോണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നേഴ്സസ്. ഇനി നോക്കിയേ, ഇനി അഡ്മിനിസ്ട്രേഷൻ ലാസ്റ്റ് സെക്ഷൻ ആട്ടോ ചാപ്റ്ററിന്റെ. അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ളത്, പേഷ്യന്റിനെ നോക്കാന്നുള്ളത്, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ പരിചരിക്കുന്നവരാരെല്ലാം അണ്ടർലൈൻ ചെയ്തോ അത്? യെസ്. ഇനി നോക്കി, ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഈ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ ഉറപ്പുവരുത്തേണ്ടത്? ദ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ഈ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സുകൾ ഇങ്ങനെ കേടാവാതിരിക്കാൻ അതിന്റെ പ്രതിരോധ മെയിൻ്റനൻസ് ഇല്ലേ, അറ്റകുറ്റപ്പണികളൊക്കെ, അത് പീരിയോഡിക്കലി ചെയ്യണം. കേടാവുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് ചെയ്യണം. അത് ആർക്കുടെ ഡ്യൂട്ടിയാണ്? ആരാണ് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അല്ലെ? ഹോസ്പിറ്റലിൽ പീരിയോഡിക്കലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലെ മെഷീൻസ് ഒക്കെ അവർ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? നോക്കിയേ, the primitive maintenance of equipment to be done periodically. ക്ലിയർ ആണോ? ഇടയ്ക്കിടയ്ക്ക് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് ചെയ്യണം. അടുത്ത നോക്കിയേ, obtainability of well trained staff in care of patient in ventilator. എന്താ പറഞ്ഞേക്കുന്നത്? നോക്കിയേ, obtainability, വെന്റിലേറ്ററിലെ പേഷ്യന്റിനെ പരിചരിക്കുന്നതിന് ആര് വേണം? വെൽ ട്രെയിൻഡ് സ്റ്റാഫ്. നമ്മൾ ഒരു ട്രെയിനിങ്ങും ഇല്ല, അല്ലെങ്കിൽ ഒരു ഇത് അറിയാത്ത സ്റ്റാഫിനെ നമുക്ക് അവിടെ നിർത്താൻ പറ്റുമോ?
വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരായിരിക്കും അല്ലെ, ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ളവര്, വളരെ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്നവര്. അപ്പൊ അവരെയൊക്കെ നോക്കണമെങ്കിൽ അതുപോലെ ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകൾ വേണ്ടേ അല്ലേ? അപ്പോ അനുയോജ്യമായിട്ടുള്ള നല്ല ട്രെയിനിങ് ഉള്ള സ്റ്റാഫിനെ വേണം അവിടെ നിർത്താനായിട്ട്. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. കണ്ടോ, വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ പരിചരിക്കുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം, അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫ് വേണം. അത് അവരെ അങ്ങനെ ആ സ്റ്റാഫിനെ നിയമിക്കുന്നത് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആയോ നോക്കിയ സെക്കൻഡ് പോയിന്റ്? നല്ല ട്രെയിനിങ് ഉള്ള സ്റ്റാഫിന് വേണം. ഇനി അതാ അഡ്മിനിസ്ട്രേഷൻ ആട്ടോ, അത് ഉറപ്പുവരുത്തേണ്ടത് നല്ല ട്രെയിനിങ് ഉള്ള സ്റ്റാഫ് അല്ലേ അവിടെ നിൽക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വേണം, അവര് വേണം അവിടെ നിയമിക്കാനായിട്ട്. ഓക്കെ, അടുത്ത നോക്കി, സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. കണ്ടോ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്ത് വേണം? ഒരു സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ നിയമം അത് വേണം. കണ്ടോ, അവർക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ടൊരു പ്രോട്ടോകോൾ ഉണ്ട്. സാധാരണ ട്രീറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലെ അവരെ നോക്കിയാൽ പോരാ, അവർക്ക് എന്താ ഒരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ്, അതിനനുസരിച്ച് വേണം അങ്ങനെയുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിചരിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള ആ പ്രോട്ടോകോൾ അനുസരിച്ച് നിയമങ്ങള് കാര്യങ്ങള് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് വേണം കെയർ ചെയ്യാൻ. അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിലൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത് നോക്കിയേ, sufficient resources should be available. ഇനി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യം സഫീഷ്യന്റ് ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അനുവദിക്കണം. അവർക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ള അതിനാവശ്യത്തിനുള്ള റിസോഴ്സുകൾ നേടും. ഇപ്പൊ നമുക്ക് വേണ്ട ഓക്സിജൻ വേണ്ടേ, ആ ഓക്സിജൻ അവിടെ അവൈലബിൾ ആക്കണ്ടേ വെന്റിലേറ്റർ പ്രവർത്തിക്കേണ്ട ആയിട്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാ, അങ്ങനെയുള്ള റിസോഴ്സുകൾ അവർക്ക് എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ അത്രയാണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്. മനസ്സിലായോ? എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. പിന്നെ അതെന്താ പറഞ്ഞേക്കുന്നത്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിചരിക്കാൻ നല്ല ട്രെയിനിങ് ഉള്ള സ്റ്റാഫിനെ അവിടെ നിയമിക്കണം. പിന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കണം. പിന്നെ എന്താ, സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ വിഭവങ്ങളും ലഭ്യമാക്കണം. ക്ലിയർ ആയോ 4 പോയിന്റ്? അത് നോട്ട് ചെയ്യുക കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ ആണോ നോക്കി എല്ലാവരും ഒന്ന്. 4 പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? കൃഷ്ണ, ബിൻസി, അളക, ഗിഫ്റ്റി, ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണുന്ന പേരുകളാട്ടോ ഞാൻ വായിക്കണേ. ഓക്കെ, മേഘയൊക്കെ രസിച്ചു. അപ്പൊ അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെന്റിലേറ്റർ 13ാമത്തെ ലാസ്റ്റ് ചാപ്റ്റർ. ഇനിയിപ്പോ എന്താ പറയാ, ഇനി നമ്മള് നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില് ഞാനെടുത്ത സെക്ഷനാട്ടോ. ഇപ്പൊ വന്ദന മാമിന്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂള്. ഇത് മറ്റുള്ളവരുടെ ഞാൻ ചോദിച്ചില്ല അതൊക്കെ കഴിഞ്ഞോന്ന്. എനിക്ക് നമ്മൾ എടുക്കുന്ന പോർഷൻസ് ഇത്രയാണ് ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റർ ഒക്കെ എടുത്തതെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ മുതൽ നമ്മൾ അങ്ങ് എടുത്തു അല്ലേ? അപ്പൊ ഇനി എന്താ പറയാ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡയാഗ്രാമി ഒരു കുട്ടി ചോദിച്ചായിരുന്നല്ലോ, കണ്ടുപിടിച്ചത് ഗൂഗിളിൽ ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാ ചെയ്യണേ, പ്രൊസീജിയർ എന്താ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതാണ് ആ മെഷീനാണ് ഡയാഗ്രാമി എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ അത് പിന്നെ ഞാൻ എന്താ ഒരുപാട് ഡീറ്റെയിലേക്ക് നമ്മുടെ പ്രൊസീജിയർ എങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞ് കാട് കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈമിൽ നമുക്കടെ പോർഷൻസ് തീരൂല.
നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളുണ്ടല്ലോ, ഫോണിൽ എന്തോ ഒരു സമയം നിങ്ങൾ ചെലവാക്കുന്നേ അല്ലേ, അപ്പൊ ഗൂഗിളിൽ നോക്കി ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. നമുക്കിപ്പോ നിങ്ങൾ ഈ ഡയാലിസിസ് പഠിച്ചോ? ഡയാലിസിസ് ഒക്കെ ചാപ്റ്റർ 1 അനാലിസിസ് തുടങ്ങിയോ? ഡയാലിസിസ് തുടങ്ങിയോ? ഡയാലിസിസ് ചാപ്റ്റർ തുടങ്ങിയോ? അതൊക്കെ നിങ്ങൾക്ക് ആ പ്രൊസീജിയർ ഒക്കെ നേരെ കാണാം. നിങ്ങൾക്ക് ആ ഗൂഗിളിൽ കയറിയിട്ട് ഡയാലിസിസ്, പല ടൈപ്പ് ഡയാലിസിസുകളൊക്കെ നമ്മൾ പഠിച്ച് ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ, CRRT, അതൊക്കെ അവിടെ എത്തിയോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ആ പ്രൊസീജിയർ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമുക്ക് നേരെ ഗൂഗിളിൽ കയറി നോക്കാം കേട്ടോ. അതിനകത്ത് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, ഇതെല്ലാം ചെയ്യുന്ന ചെറിയ ഷോർട്ട് വീഡിയോസ് പോലെ നമ്മുടെ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതൊക്കെ നമുക്ക് പഠിക്കുന്നതിൽ കുറെ സൗകര്യപ്രദം. അതൊക്കെ നമ്മൾ ഇട്ട് ക്ലാസ് പോകുമ്പോൾ ഒത്തിരി ലാഗാവും നമുക്ക് ക്ലാസ്. പിന്നെ ആ കുട്ടി നോക്കിയായിരുന്നോ? അത് ഞങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ച, എന്നോട് ചോദിച്ചല്ലോ. അപ്പൊ അത് നോക്കിയോ? ഡയാതെർമി എന്താണ്, എങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചേ. എങ്ങനെയാന്ന് കണ്ടുപിടിച്ചോ? നോക്കിയില്ലായിരിക്കും അല്ലെ? നോക്കിയായിരുന്നോ? ഉണ്ടോ? ആളിവിടെ ഉണ്ടോ? ഇന്നലെ ചോദിച്ച ആളിവിടെ ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഞാൻ മറന്നുപോയി ആരാ ചോദിച്ച ആളെ പേര്, ഞാൻ നോട്ട് ചെയ്തില്ല. ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? ഡയാതെർമി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന മെഷീനാന്ന് പറഞ്ഞു അല്ലേ? അതായത് വേറൊന്നുമില്ല. അതിനകത്ത് ഇപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസിയില് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക് കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട്, അതായത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹീറ്റ് ഉത്പാദിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡയാതെർമി ബ്ലീഡിങ് നിർത്തുക ചെയ്യണം. ഹീറ്റ് വഴിയാണ്, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ചൂടാവുമ്പോ എന്താ പറ്റുന്നത്? അതിലൂടെ നമുക്ക് അവിടെ ബ്ലീഡിങ് നിർത്തുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് ബ്ലഡ് വെസൽസിനെ, രക്തക്കുഴലുകളെ കട്ട പിടിപ്പിക്കുന്നു. അപ്പൊ രക്തം കട്ട പിടിച്ച പുറത്തേക്ക് വരുമോ? ബ്ലഡ് ക്ലോട്ട് ആയ പുറത്തേക്ക് വരുമോ? അപ്പൊ അങ്ങനെ അത് ബ്ലഡ് വെസൽസിനെ ക്ലോട്ട് ആവുന്നു, കട്ട പിടിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് ബ്ലഡ് പുറത്തേക്ക് വരുന്നത് തടയുന്നു. ക്ലാസ്സിൽ ഇല്ല തോന്നുന്നു ആ കുട്ടി, എങ്കിലും നിങ്ങൾ എങ്ങനെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അത് പറഞ്ഞിട്ട് ആരും നോക്കിയില്ല എന്നുള്ള സ്ഥാനം, ആരെങ്കിലും ഗൂഗിളിൽ നോക്കിയാണെങ്കിൽ ഇപ്പൊ ആൻസർ കിട്ടിയാണ് എനിക്ക്. ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ക്ലിയർ അല്ലേ? ഇന്നെടുത്തത് വെന്റിലേറ്റർ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൊഡ്യൂൾ 2 നമുക്ക് തുടങ്ങാം കേട്ടോ. മൊഡ്യൂൾ 2 ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.